വെൽക്കം ടു ടോസ് അക്കാദമി. സെറ്റ് പരീക്ഷയുടെ ഡേറ്റ് അടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇപ്പം ചൂട് പിടിച്ച ഒരു പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ടെൻഷനൊന്നും അടിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ടോസ് അക്കാദമി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് ഇക്കണോമിക്സ് ആസ്പിരൻസിനുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് സെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും ടോസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാനായിട്ട് പറയണം. അവിടെ എല്ലാ കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ ഒട്ടനവധി സബ്ജക്ട്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോസിനോടൊപ്പം തന്നെ ടെലഗ്രാമിൽ ഫ്രീ ക്വിസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ടെലഗ്രാം ക്വിസ്, അതായത് ടോസ് അക്കാദമിയുടെ ആ ഒരു പേജിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായാലും ക്വിസിൻ്റെ ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും ഇത് കഴിഞ്ഞ സെറ്റ് പരീക്ഷയ്ക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രിപ്പറേഷൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടോസ് അക്കാദമി. സോ ഒരിക്കലും മറക്കരുത്, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്കണോമിക്സിൽ നിന്നും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു 15 ചോദ്യങ്ങൾ അത് എങ്ങനെ നമ്മൾക്ക് ഓർത്തു വെക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത് മുൻകാലത്ത് വന്ന് സെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളിൽ തന്നെയാണ്. കാരണം പലപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സ്റ്റുഡൻസ് എല്ലാവരും എപ്പോഴും ഡൗട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് വളരെ ഈസിയാണ്. നിങ്ങളുടെ ചോദ്യം ഈ MCMR, MU തുടങ്ങിയ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ ടോട്ടൽ സംഭവം തന്നിട്ടുണ്ടാവുമല്ലോ, അതായത് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ, ടോട്ടൽ യൂട്ടിലിറ്റി, അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാർജിനൽ ആസ്പെക്റ്റ് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ചോദ്യമുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കണം. അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് XY പ്ലസ് 3X പ്ലസ് U എന്നാണ് 3X+4Y ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ രണ്ട് ഫാക്ടേഴ്സാണുള്ളത്, എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വി നീഡ് ടു ഫൈൻഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് വരിക? XYയിലെ ഈ എക്സ് പോകും, സോ ജസ്റ്റ് വൈ മാത്രം വരും, പ്ലസ് 3x എന്ന് പറയുമ്പോൾ എന്ത് വരും? ജസ്റ്റ് 3 മാത്രം വരും. ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? n(x)n-1 എന്നുള്ള ഒരു ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സിൻ്റെയും പവർ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ 4y എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം അതിലൊരു എക്സും ഇല്ല, സോ അത് 0 ആയിട്ട് മാറും. പിന്നെ ഇനി നമ്മൾ തിരിച്ച് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുവാണെങ്കിലോ, XYയിൽ വൈ പോകും, എക്സ് മാത്രം നിൽക്കും. 3x എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ബിക്കോസ് ദർ ഇസ് നോ വൈ ഇൻ ഇറ്റ്, സോ ദിസ് ബിക്കം 0. ആൻഡ് 4yയിൽ നമ്മൾ എന്ത് വരും? ദർ വിൽ ബി ഓൺലി 4. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ടോട്ടൽ റവന്യൂ തന്നിട്ട് മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാനായിട്ട്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 500Q മൈനസ് 2Q² ആണ്. അപ്പോൾ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എടുത്തതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ഇക്വേഷനിലോട്ട് Q എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ മാർജിനൽ റവന്യൂവിൻ്റെ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഓഫ് ടോട്ടൽ റവന്യൂ ആണ്. അപ്പം dQ/dTR ആണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ? dTR/dQ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾക്ക് വരുന്നത് 500 മൈനസ് 2Q². 2Q² എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ടൈംസ് 2 ഇൻറ്റു Q അല്ലേ? 2 2s 4, പിന്നെ നമ്മൾക്ക് വരുന്നത് Q. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ ജസ്റ്റ് ഈ Qയുടെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Qയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് മാർജിനൽ റവന്യൂ കിട്ടുന്നതാണ് 420. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം നോക്കുക. ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഓഫ് ദിസ് ടോട്ടൽ വാല്യൂ. ഓക്കെ, ഇനി വേറൊരു കൺഫ്യൂഷൻ, ഇതും സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അതായത് ടോട്ടൽ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് മാർജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ്? ജസ്റ്റ് ഡിഫറൻസിയേഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഡിഫറൻസിയേഷൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഇൻ്റഗ്രേഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്
20x+15 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇൻ്റഗ്രേഷൻ്റെ കുറച്ചൊരു ബേസിക് എന്താണെന്ന് നോക്കാം. അപ്പം ഇൻ്റഗ്രേഷനിൽ ജസ്റ്റ് ഒരു വാല്യൂ മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ, അത് ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സപ്പോസ് ഇഫ് ദ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? AX+C അല്ലേ? കാരണം നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ മാർജിനൽ കോസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നുണ്ട്? 0 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ സി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് എ മാത്രമാണ്, എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് AX+C ആണ്. ഇനി എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു എൻ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ക്യൂബ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് പവർ വാല്യൂ വെച്ചിട്ടാണ് നമ്മളുടെ മാർജിനൽ കോസ്റ്റ് വരുന്നതെങ്കിൽ എങ്ങനെ വരും? ഇപ്പോൾ ഇവിടെ നമ്മളുടെ പവർ വാല്യൂ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് സി. ഇങ്ങനെയാണ് നമ്മൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇത് കാണാപ്പാഠം പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് എക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഒന്നുമില്ല, അതിൽ വെറും എക്സ് മാത്രമാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്? x²/2 പ്ലസ് സി. കാരണം എന്തുകൊണ്ടാണ്? എക്സ് റേസ് ടു n+1, ഇവിടെ പവർ വാല്യൂ 1 ആണ് അല്ലേ? സോ 1+1 ഡിവൈഡഡ് ബൈ 1+1, സോ x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഇനി എക്സ് സ്ക്വയർ ആണെങ്കിലോ നമ്മളുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? x³/3 പ്ലസ് സി അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? n+1 ആണ്, n എന്ന് പറയുന്നത് 2 ആണ്. സോ 2+1 ഡിവൈഡഡ് ബൈ 2+1 പ്ലസ് സി. സോ ഇറ്റ് വിൽ ബി x³/3 പ്ലസ് സി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? 20x+15ൻ്റെ ഇൻ്റഗ്രേഷൻ എടുക്കണം. സോ 20x എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എക്സിൻ്റെ പവർ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 20x റേസ് ടു 1+1 ഡിവൈഡഡ് ബൈ 1+1 പ്ലസ്, ഇനി 15ൻ്റെ ഇൻ്റഗ്രേഷൻ എടുക്കണം. 15ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇത് ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ലൈക്ക് എ. അപ്പം അതെന്തായിട്ട് വരും? 15x പ്ലസ് എന്ത് വരുന്നു? നമ്മളൊരു സി കൂടെ ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒരു സി കൂടെ ഇടുക. പിന്നെ അപ്പോൾ നമുക്ക് ഇതിനെ ആക്ച്വലി നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ചെറുതാക്കാനായിട്ട് സാധിക്കും അല്ലേ? 20x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 15x പ്ലസ് സി. സോ ഇതും വെട്ടിപ്പോയി കഴിയുമ്പോൾ സോ ദ ആൻസർ വിൽ ബി 10x² പ്ലസ് 15x പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഇൻ്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 20x+15 ആണ് കിട്ടുക. ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20x+15 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, അത് ഡിഫറൻസിയേഷൻ എങ്ങനെ ചെയ്യുന്നു അതിൻ്റെ ബേസിക് മാത്രമേ ചോദിക്കാറുള്ളൂ. പ്രോഡക്റ്റ് റൂൾ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ, അഡീഷൻ റൂൾ അങ്ങനെയുള്ള ഒന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് സാധനം മാത്രം ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് എപ്പോഴും കൺഫ്യൂഷനും പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ISLM കർവിൻ്റെ ഷിഫ്റ്റ്, സ്ലോപ്പ്, സ്റ്റീപ്നെസ് എന്ന് പറയുന്നത്. സോ ISLM കർവിൻ്റെ കർവിൻ്റെ ഷിഫ്റ്റ് എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സസ് ആൻഡ് നെറ്റ് എക്സ്പോർട്ടും കൂടെ നമ്മൾക്ക് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? IS കർവിൻ്റെ ഷിഫ്റ്റിന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. ഷിഫ്റ്റ് രണ്ട് തരത്തിൽ വരാം. ഒന്നുകിൽ അതെന്ത് വരാം? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഒറിജിനൽ കർവ്, അത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ നെറ്റ് എക്സ്പോർട്ട് ആൻഡ് ഡിക്രീസ് ഇൻ ടാക്സസ്. അതെപ്പോഴും ഓർത്ത് വയ്ക്കണം. ടാക്സ് കുറയുകയും മറ്റ് ഫാക്ടേഴ്സിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ IS കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. ഇനി ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിലോ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. അതായത് ഡിക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഡിക്രീസ് ഇൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഡിക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിക്രീസ് ഇൻ നെറ്റ് എക്സ്പോർട്സ് ബട്ട് ഇൻക്രീസ് ഇൻ ടാക്സസ്. അപ്പം IS കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയാണ് അവിടെ നടക്കുന്നത് അല്ലേ? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു എന്നാണ് അർത്ഥം. ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻകത്തിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ എന്ത് വരുന്നു? കൂടുന്നു എന്നാണ്
വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൽ അതെ ആൻ ഇൻക്രീസ് ഇൻ ഓട്ടോണോമസ് സ്പെൻഡിങ് അഥവാ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? ഐ എസ് കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഐ എസ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും എക്സെപ്റ്റ് ടാക്സസ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത്. പിന്നെ ഓട്ടോണോമസ് സ്പെൻഡിങ് എപ്പോഴും റിലേറ്റഡ് ആയിട്ടുള്ളത് ഐ എസ് കർവാണ്, നോട്ട് എൽ എം കർവ്. ഇനി സ്ലോപ്പ് ആൻഡ് സ്റ്റീപ്നെസ് എന്ന് പറയുന്നത്, ഇപ്പം സ്ലോപ്പും സ്റ്റീപ്നെസ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലൊരു കണക്ഷൻ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ ഐ എസ് കർവിൻ്റെ സ്ലോപ്പും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റീപ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇത് മെയിനായിട്ട് നമ്മൾ ഓർക്കുക, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ്. The steepness of the curve depends on the interest elasticity of the investment. ഓക്കെ, സോ അത് തന്നെയാണ് പറയുന്നത്. സോ സ്റ്റീപ്നെസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഐ എസ് കർവ് ആണെങ്കിൽ അതിലെന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഇസ് മോർ ഇലാസ്റ്റിക് ടു ചേഞ്ച് ഇൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് മാറുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിൽ നമ്മളുടെ ഐ എസ് കർവ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിരിക്കും. ഇത് ഇച്ചിരി ഒരു സ്റ്റീപ്പായിട്ടാണ് വരുന്നതെങ്കിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഈസ് ഇൻസെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ ആ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ്, പക്ഷേ അവിടെ പ്രൈസും ഡിമാൻഡുമാണ് അവിടെ വരുന്നത്. ഇവിടെ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ ഇതെന്തായാലും നോക്കി വയ്ക്കുക, ഇതിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. ഓക്കെ, സോ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് ദ ഐ എസ് കർവ് സ്ലോപ്പ് എപ്പോഴും ഒരു ഡൗൺവേർഡ് ആണ്, ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. അതുപോലെ തന്നെ ഇൻ ഐ എസ് എൽ എം മോഡൽ വി ക്യാൻ എക്സ്പെക്ട് ദി ഐ എസ് കർവ് ടു ബിക്കം സ്റ്റീപ്പർ. എപ്പോഴാണ് നമ്മൾക്ക് അത് സ്റ്റീപ്പറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. ഓക്കെ, അത് സ്റ്റീപ്പായിട്ട് പോകുന്നത് എപ്പോഴാണ്? മോർ സ്റ്റീപ്പായിട്ട് പോകുന്നത് എപ്പോഴാണ്? വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കം ലെസ് സെൻസിറ്റീവ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് അത് മോർ സ്റ്റീപ്പായിട്ട് വരുന്നത്. അത് ലെസ് സ്റ്റീപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് പോകുന്നത് വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കം മോർ സെൻസിറ്റീവ് ടു ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കണം. ഇനി എൽ എം കർവിൻ്റെ ഷിഫ്റ്റ്, അതിന് രണ്ട് ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് മണി സപ്ലൈ, രണ്ട് മണി ഡിമാൻഡ് അഥവാ ലിക്വിഡിറ്റി പ്രിഫറൻസ്. പിന്നെ ഈ എൽ എം കർവിൻ്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റിന് കാരണമാവുന്നത്, റൈറ്റ് വേർഡ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് വരുന്നത്? താഴോട്ട്. കാരണമാവാനുള്ള ഇതെന്ന് പറയുന്നത് മണി സപ്ലൈ കൂടുമ്പോൾ അല്ലെങ്കിൽ മണി ഡിമാൻഡ് കുറയുമ്പോൾ. അതെപ്പോഴും ഓർത്ത് വെക്കണം. മണി സപ്ലൈ കൂടുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി കുറയുകയോ ചെയ്താൽ എൽ എം കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുവാണെങ്കിൽ എൽ എം കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് ഓർ മുകളിലോട്ട്. ഓക്കെ, ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇഫ് മണി സപ്ലൈ ഇൻക്രീസസ് then the ISLM curve analysis the dash curve shift to the dash. അപ്പോൾ എന്ത് വരും? നമ്മളിപ്പോൾ നോക്കിയതേ ഉള്ളൂ, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പം എൽ എം കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. എപ്പോഴും ഓർത്ത് വയ്ക്കുക, മണി സപ്ലൈ ആൻഡ് മണി ഡിമാൻഡ് ഇസ് കണക്റ്റഡ് വിത്ത് എൽ എം കർവ്, നോട്ട് ദി ഐ എസ് കർവ്. ആൻഡ് ദ എൽ എം കർവ് വിൽ ഷിഫ്റ്റ് ഡൗൺ വെൻ, എപ്പോഴാണ് എൽ എം കർവ് താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്? വെൻ റിയൽ മണി ഡിമാൻഡ് ഡിക്ലൈൻസ്. നമ്മൾ നോക്കിയിരുന്നല്ലേ, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരുന്നത് എപ്പോഴാണ്? വെൻ മണി ഡിമാൻഡ് ഡിക്രീസസ്. ഇനി ഐ എസ് എൽ എം കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി വിത്ത് റെസ്പെക്ട് ടു ഇൻകത്തിനനുസരിച്ചിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി. പിന്നെ രണ്ടാമത്തെ അതിൻ്റെ സ്ലോപ്പിനെ നോക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം ഇൻകത്തിനെയും ഇൻട്രസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണിയാണ് എന്ത് ചെയ്യുന്നത്? എൽ എം കർവിൻ്റെ സ്ലോപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ എൽ എം കർവിൻ്റെ സ്ലോപ്പ് upward to the right or positively sloped curve ആണ്. അതെപ്പോഴും നോക്കി വെക്കുക കേട്ടോ, പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ, കാരണം മണി സപ്ലൈ എന്ന് പറയുന്നത് ആക്ച്വലി ഇക്കോണമിയിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാ ടൈമിലും മാറില്ല. പക്ഷേ ഡിമാൻഡ് ഫോർ മണിയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്.
ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 1/1 മൈനസ് എം പി സി ആണ്. ഓക്കെ, അപ്പം ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ ഫൈനൽ ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ആൻ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു 2000 crore വെൻ എം പി സി ഈസ് 0.6. സോ എം പി സി തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഒരു ഇക്കോണമിയിൽ ഗവൺമെൻറ് സ്പെൻഡിങ് 2000 കോടി ഇൻക്രീസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇക്കോണമിയിൽ ഫൈനൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ ഇതിൽ നമ്മളുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ചിനാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൾട്ടിപ്ലയർ കണ്ടുപിടിക്കണം. സോ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 1/1 മൈനസ് എം പി സി ആണ്. എം പി സി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലയർ കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും നമ്മൾക്ക്? 0.25. ഇത് പറയുന്നത് എന്താണ്? 1000 കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റം വന്നാൽ 0.25 ആണ് നമ്മളുടെ ഇൻകത്തിൽ വരുന്ന 0.25% ആണ് നമ്മളുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2000 കോടിക്ക് വരുന്ന മാറ്റമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? ഇതിപ്പോൾ ആക്ച്വലി 0.25% ആണ്. അതിന് നമ്മൾ ജസ്റ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 2.5 കിട്ടും. സോ ജസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു, ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് വാല്യൂ വിത്ത് 2.5. സോ യു വിൽ ഗെറ്റ് 5000 crore. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് 2000 കോടി വെച്ച് കൂടുകയാണെങ്കിൽ നമ്മളുടെ ഫൈനൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 5000 കോടിയായിരിക്കും ഇഫ് എം പി സി ഈസ് ഈക്വൽ ടു 0.6. ഓക്കെ, ഇനി എം പി സി തന്നിട്ടുണ്ട് 0.8. നമ്മളോട് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ട് ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എം പി സി പ്ലസ് എം പി എസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ വാല്യൂ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എം പി എസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.2 കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷനും കേഴ്സണറ്റിൻ്റെ കൺസംഷൻ ഫംഗ്ഷനും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി വൈ ആണ്. കേഴ്സണറ്റ് ആണെങ്കിൽ കേഴ്സണറ്റിന് ഒരു ഓട്ടോണോമസ് കൺസംഷൻ ഇല്ല. ആ എ എന്ന് പറയുന്ന പാർട്ടില്ല, ജസ്റ്റ് ബി വൈ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കെയ്ൻസിൻ്റെ കേസിൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഫോൾസ് വെൻ ഇൻകം ഇൻക്രീസസ്. ഇവിടെ എ പി സി ഈസ് കോൺസ്റ്റൻറ്റ് ഓവർ എ ലോങ് പീരിയഡ്. പിന്നെ ഇവിടെ വാല്യൂ ഓഫ് മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വിച്ച് ഈസ് ലെസ് ദാൻ 1. മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1ൽ കുറവായിരിക്കും. പക്ഷേ ഇവിടെ എപ്പോഴും എന്താണ്? മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് മച്ച് ഹയർ ഇൻ കേഴ്സണറ്റ് ഫംഗ്ഷൻ ആസ് കമ്പയർ ടു കെയ്ൻസ്. കെയ്ൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എം പി സി എന്ന് പറയുന്നത് ഇസ് ഹയർ ഫോർ കേഴ്സണറ്റ്. പിന്നെ കെയ്ൻസിൻ്റെ ഇത് ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. പക്ഷേ കേഴ്സണറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ഇനി ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു കേഴ്സണറ്റ് കൺസംഷൻ ഫംഗ്ഷൻ. സോ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഇനി എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റിമെയിൻസ് constant over a long period of time, and constant consumption function there is no autonomous consumption, and constant function curve starts from the point of origin. കാരണം ഓട്ടോണോമസ് കൺസംഷൻ ഇല്ലെങ്കിൽ അത് ഒറിജിനിൽ നിന്ന് തന്നെയാണ് ആ കേർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷനിൽ ഇതാണ് തെറ്റ്. കാരണം സി ഈസ് ഈക്വൽ ടു ബി വൈ ആണ് കൺസ്റ്റന്റ്, പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എ പ്ലസ് ബി വൈ ആണ്. ഓക്കെ, സോ ഇതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഇതുണ്ട്. ഫ്രീഡ്മാൻ ആണ് പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത്. കെയ്ൻസ് കൊണ്ടുവന്നത് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്. ഡ്യൂസംബറിയുടെ ആണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. മൊഡിഗ്ലാനിയുടെ ആണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. കാരണം എല്ലാ തവണത്തെ സെറ്റ് എക്സാമിനും ഒരു ചോദ്യം ഈ ഒരു പോർഷനിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഇവിടുത്തെ ചോദ്യം റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത് ആരെന്നാണ്? അത് ഡ്യൂസംബറിയാണ്. പിന്നെ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? അതായത് അവിടെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവാണ്. ബിക്കോസ് പീപ്പിൾ ഇപ്പം എത്ര അതായത് പീപ്പിൾ പ്രിഫർ ടു ഹോൾഡ് മോർ ക്യാഷ് റാദർ ദാൻ സ്പെൻഡ് ഓർ ബൈ ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ ശ്രമിക്കില്ല എന്നാണ് പറയുന്നത്. അവരെന്താ ചെയ്യുക? എപ്പോഴും ക്യാഷ് ആയിട്ട് സേവ് ചെയ്യാൻ വെക്കുകയാണ്. ഓക്കെ, ഡെസ്പൈറ്റ് 0 ഓർ വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ് അവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? ലിക്വിഡിറ്റി
ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ പ്രിഫർ ടു ഹോൾഡ് മോർ ക്യാഷ് റാദർ ദാൻ ബൈയിങ് ലിക്വിഡിറ്റി അസറ്റിൻ്റെ വാല്യൂ കുറവാണ്, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല, അത് മേടിക്കില്ല, കയ്യിൽ കാശായിട്ട് തന്നെ വെക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ആ ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും കുറയും എന്നുള്ളത്. ഓക്കെ, സോ അവിടെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇൻഎഫക്റ്റീവ് ആയിരിക്കും. അപ്പം അണ്ടർ ലിക്വിഡിറ്റി ട്രാപ്പ് ദ ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഡിമാൻഡ് ഫോർ മണി എപ്പോഴും എന്തായിരിക്കും? ലിക്വിഡിറ്റി ട്രാപ്പിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. കാരണം എന്തെങ്കിലും ഒരു ചേഞ്ച് ഇതിൽ വരുമ്പോഴേക്കും നമ്മളുടെ ഡിമാൻഡ് ഫോർ മണി പെട്ടെന്ന് തന്നെ വൊളറ്റൈലാണ്, ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഓക്കെ, സോ ലിക്വിഡിറ്റി ട്രാപ്പ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. Okay, so even if central bank increases the money supply, it will not have any effect on reducing interest rate. Interest rate ഒരിക്കലും ഒരു എഫക്റ്റും ഉണ്ടാക്കില്ല. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ആസ് 0.5% ആൻഡ് ദർ ഇസ് എ ഫർദർ ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് 0.5%, വീണ്ടും നമ്മളുടെ മണി സപ്ലൈ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദ ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് മണി ഇൻ ക്യാഷ് റാദർ ദാൻ ഇൻവെസ്റ്റിംഗ് ഇൻ ബോണ്ട് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അപ്പം നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് 0.5% ആണെങ്കിലും ആൾക്കാർ എന്താ ചെയ്യുന്നത്? ദ ടെൻഡ് ടു പ്രിഫർ ഹോൾഡ് മോർ ക്യാഷ് ദാൻ ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്സ്. സോ ഇത് എന്താ പറയുന്നത്? that effort to increase the money supply in a liquidity trap failed to stimulate economic activity. അപ്പം ഈ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷനിൽ മണി സപ്ലൈ കൂട്ടിയത് കൊണ്ട് മാത്രം എന്തിന് കാരണമാവില്ല? വി കനോട്ട് സ്റ്റിമുലേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി ബിക്കോസ് പീപ്പിൾ സേവ് മോർ ക്യാഷ് റിസർവ്സ്. കൂടുതൽ ക്യാഷ് സേവ് ചെയ്യാനാണ് ആൾക്കാർ എപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം കൂടെയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അണ്ടർ ദിസ് ലിക്വിഡിറ്റി ട്രാപ്പ് കണ്ടീഷൻ? ഡിമാൻഡ് ഫോർ മണി വിൽ ബി ലോ, ഡിമാൻഡ് ഫോർ മണി വിൽ ബി എക്സ്ട്രീംലി ഹൈ, ഡിമാൻഡ് ഫോർ ബോണ്ട് വിൽ ബി ഹൈ, ഫിസിക്കൽ പോളിസി വിൽ ബി എഫക്റ്റീവ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഡിമാൻഡ് ഫോർ മണി കൂടുതലായിരിക്കും. അപ്പം ഓപ്ഷൻ 1 തെറ്റാണ് അല്ലേ? ഓപ്ഷൻ 2 കറക്റ്റാണ്. ഡിമാൻഡ് ഫോർ ബോണ്ട് വിൽ ബി ഹൈ തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? ഡിമാൻഡ് ഫോർ ബോണ്ട് കുറവാണെന്നാണ് പറഞ്ഞത്. ഇനി 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി വിൽ ബി എഫക്റ്റീവ്. അത് കറക്റ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആണ്. സോ ദ ആൻസർ ഇസ് ഡിമാൻഡ് ഫോർ മണി വിൽ ബി എക്സ്ട്രീംലി ഹൈ ആൻഡ് ഫിസിക്കൽ പോളിസി വിൽ ബി എഫക്റ്റീവ്. കാരണം ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷനിൽ മോണിറ്ററി പോളിസി, അതായത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഒരു ഫെയിലിയർ ആയിരിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറാണ് അവിടെ നമ്മൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ നിന്നും കുറച്ച് പോർഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതുപോലെ തന്നെ വേറെയും ഒരുപാട് പോർഷൻസ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പം ടോസ് അക്കാദമിയുടെ വീഡിയോസ് എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻസിലൂടെ പറയാം. താങ്ക് യു.